പത്മജ ബി.ജെ.പിയിലേക്ക് പോയതിനു പിന്നിൽ ചരട് വലിച്ചത് മുൻ ഡി.ജി.പി ലോക്നാഥ് ബെഹ്റയാണെന്ന് കെ മുരളീധരന്റെ വെളിപ്പെടുത്തൽ. പത്മജയുടെ ബി.ജെ.പി പ്രവേശത്തിൽ ഇടനിലക്കാരനായി നിന്നത് ഒരു മുൻ IPS ഓഫീസറാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ കെ മുരളീധരന്റെ ഈ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. പിണറായിയുമായും മോദിയുമായും അടുത്ത ബന്ധമുള്ളയാളാണ് ലോക്നാഥ് ബെഹ്റ. തനിക്ക് ആ പേര് വിളിച്ചു പറയുന്നതിൽ യാതൊരു മടിയുമില്ല. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഈ IPS ഓഫീസർ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറാണ്. അന്ന് അദ്ദേഹം വീട്ടിൽ നിത്യസന്ദർശകനായിരുന്നു. ഞങ്ങളുമായി നല്ല ബന്ധമുണ്ട്. ഈ ബന്ധം അദ്ദേഹം മുതലെടുത്ത് കാണും. ഇതാണ് കെ മുരളീധരൻ പറയുന്നത്. പത്മജയെ തങ്ങളുടെ പാളത്തിലേക്ക് എത്തിച്ചതിലൂടെ തന്നോടുള്ള പക വീട്ടാനാണ് ബി.ജെ.പി ശ്രമിച്ചത് എന്നും മുരളീധരൻ പറഞ്ഞു. നേമത്തെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടത് താൻ അവിടെ മത്സരിക്കാൻ എത്തിയത് കൊണ്ടാണ് എന്നുള്ളതാണ് ബി.ജെ.പിക്ക് തന്നോടുള്ള പക. അതേസമയം തൃശൂരിൽ പത്മജ ബി.ജെ.പിക്കായി പ്രചരണത്തിന് ഇറങ്ങുകയാണെങ്കിൽ കോൺഗ്രസിന്റെ വിജയം കൂടുതൽ എളുപ്പമാകുമെന്നും മുരളീധരൻ വ്യക്തമാക്കി. ഇതിനിടെ ബി.ജെ.പിയിൽ ചേർന്നതിനെ കുറിച്ച് ഫേസ്ബുക്കിലൂടെ പത്മജയുടെ ഏറ്റവും പുതിയ പ്രതികരണം ഇങ്ങനെയാണ്: നമസ്കാരം, ഞാൻ 2 ദിവസമായി നല്ലവണ്ണം ചീത്ത കേൾക്കുന്നുണ്ട്. എനിക്കൊരു വിഷമവും തോന്നിയിട്ടില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഞാൻ അനുഭവിച്ച നാണക്കേടും അപമാനത്തോളവും ഇതുവരില്ല. ഞാൻ പാർട്ടിയിൽ നിന്ന് പോയാൽ ഒന്നും സംഭവിക്കില്ല എന്ന് ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. അത് കേൾക്കുമ്പോൾ ജനങ്ങൾ വിചാരിക്കും അപ്പോൾ അതിൽ വല്ല കാര്യവുമുണ്ടോ എന്ന്. ഞാനൊരു കഴിവില്ലാത്ത ആളാണ് എന്ന് സമ്മതിക്കുന്നു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല അല്ലേ എന്നാണ് പത്മജ ഫേസ്ബുക്കിൽ പരിഹാസത്തോടെ കുറിച്ചിരിക്കുന്നത്. കെ മുരളീധരന്റെ വർക്ക് അറ്റ് ഹോം പരാമർശത്തിനെതിരെയും കഴിഞ്ഞ ദിവസം പത്മജ രൂക്ഷമായി വിമർശിച്ചിരുന്നു. അനിയനായിരുന്നെങ്കിൽ അടി കൊടുക്കാമായിരുന്നു എന്നാണ് പത്മജ പറഞ്ഞത്. ഇതിപ്പോ ചേട്ടനായി പോയില്ലേ? 3-4 പാർട്ടി മാറി വന്ന ആളായതുകൊണ്ട് എന്തും പറയാം. കൂടുതലൊന്നും പറയുന്നില്ല. ആരോഗ്യ പ്രശ്നമടക്കം എല്ലാം ചേട്ടൻ അറിയാമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ പറയുന്നതൊക്കെ വോട്ടിന് വേണ്ടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൂടുതൽ കോൺഗ്രസുകാർ ബി.ജെ.പിയിൽ എത്തുമെന്നും പത്മജ ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.